ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ എന്ന് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു ഗവൺമെൻറ് ബാങ്കാണ്, അതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിന് എക്സാം ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല, വേറെ നമ്മൾ റിട്ടേൺ എക്സാം പോലുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഡയറക്റ്റ് ജോലിയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കി പോവാം. ഫസ്റ്റ് തന്നെ ഇത് സ്പോർട്സ് പേഴ്സണ് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. റിക്രൂട്ട്മെന്റ് ഓഫ് മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ ഇൻ ക്ലറിക്കൽ കാറ്റഗറി ഇൻ ബാങ്ക് ഓഫ് ബറോഡ എന്നാണ് പറയുന്നത്. അതായത് ബാങ്ക് ഓഫ് ബറോഡയിലെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. ഇതിന് എക്സാമോ ഇൻ്റർവ്യൂയോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേക്കൻസീസ് എങ്ങനെയാണ്, ടോട്ടൽ 30 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സോണിൽ എത്രയൊക്കെയാണ് വിളിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട്. ക്രിക്കറ്റ്, കബഡി, ടേബിൾ ടെന്നീസ്, ഈ 3 സ്പോർട്സിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്കാണ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിൽ മെയിലിനാണെങ്കിൽ 4 വേക്കൻസീസും മുംബൈയിൽ മെയിലിനാണെങ്കിൽ 5 വേക്കൻസീസും ആണ് വരുന്നത്. കബഡി വരുമ്പോൾ മുംബൈയിൽ മെയിൽ 6 വേക്കൻസി, ഫീമെയിൽ 5 വേക്കൻസീസ്. ടേബിൾ ടെന്നീസ് ചെന്നൈ മെയിൽ 1 വേക്കൻസി, മുംബൈ ഫീമെയിൽ 1 വേക്കൻസി. ദെൻ പിന്നെ പറയുന്നത് ഫുട്ബോളിൻ്റെ കേസും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫുട്ബോൾ വരുന്ന സമയത്ത് മുംബൈ മെയിൽ 8 വേക്കൻസീസ് ആണ്. ടോട്ടലായിട്ട് എത്രയാണ് വരുന്നത്, 30 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ടുള്ളത് 30 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഇപ്പോൾ ബാറ്റ്സ്മാൻ, ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്രൈറ്റീരിയാസ് ഇവിടെ പറയുന്നുണ്ട്. ബാറ്റ്സ്മാൻ ആണ്, സ്പിന്നർ ഓൾറൗണ്ടർ, ഫാസ്റ്റ് ബൗളർ എന്ന് പറയുന്നുണ്ട്, ഫാസ്റ്റർ ബൗളർ ഓൾറൗണ്ടർ. ഇപ്പോൾ ഫീമെയിൽ വരുന്ന കേസിൽ ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടറും ഫാസ്റ്റ് ബോളർ, ലെഫ്റ്റ് ആം സ്പിന്നറും ആണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്പോർട്സിലും സ്പെസിഫിക് ആയിട്ട് മെയിൽ ഫീമെയിലിൽ എത്ര വേക്കൻസീസ് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ മെയിൽ ഫീമെയിലിൽ ഏത് ക്രൈറ്റീരിയ എന്നും അവർ പറയുന്നുണ്ട്. ഓരോ സ്പോർട്സിലും ഏതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്നും അവരിതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്ന സമയത്ത് ഏജ് പറയുന്നത് 30, മിനിമം 28, മിനിമം 20, മാക്സിമം 28 ഇയേഴ്സ് ആണ് പറയുന്നത്. ഇതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ദെൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി എന്നാണ് പറയുന്നത്. ഡിഗ്രി ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഇതിൽ സ്പോർട്സ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഷുഡ് ഹാവ് റെപ്രസെൻറ്റഡ് എ സ്റ്റേറ്റ് ദ കൺട്രി ഇൻ ദ ഇന്റർനാഷണൽ ഓർ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കണം. ഓർ മെഡൽ വിന്നർ ഇൻ ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓർ മെഡൽ വിന്നർ ഇൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന് പറയുന്നുണ്ട്. ഏജ് കാറ്റഗറി എബോ 18 വയസ്സിന് മേലിൽ മത്സരിച്ചിട്ടായിരിക്കണം ഈ നാഷണൽ ഓർ ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്തിട്ടുള്ളത്, മെഡൽ വിൻ ചെയ്തിട്ടുള്ളതെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ദെൻ അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ പറയുന്നതെന്ന് പറയുന്നത് ഷുഡ് ഹാവ് റെപ്രസെൻറ്റഡ് ദെയർ യൂണിവേഴ്സിറ്റി ഇൻ ദ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് കണ്ടക്റ്റഡ് ബൈ ദ ഇന്റർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ബോർഡ് ഇൻ ദ മെൻഷൻഡ് ഗെയിം സ്പോർട്സ് ഫോർ വിച്ച് റിക്രൂട്ട്മെന്റ് ഈസ് ഡൺ. അപ്പം ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ പങ്കെടുത്താലും മതി എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഷുഡ് ഹാവ് റെപ്രസെൻറ്റഡ് ദ സ്റ്റേറ്റ് UT സ്കൂൾ ടീം ഇൻ ദ നാഷണൽ സ്പോർട്സ് ഗെയിം ഫോർ സ്കൂൾ കണ്ടക്റ്റഡ് ബൈ ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ. അപ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നാഷണൽ ഓർ സ്റ്റേറ്റ് ലെവലിലെ ഗെയിമിൽ വിൻ ചെയ്തിട്ട് മെഡൽ വിന്നർ ആയിരിക്കണം. ഖേലോ ഇന്ത്യ ഗെയിംസോ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിലോ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതിൽ മെഡൽ വിന്നർ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുള്ളവർക്കായാലും പറ്റും. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നാഷണൽ സ്പോർട്സ് ഗെയിം ഫോർ സ്കൂൾസിലുള്ളതിൽ എന്ത് ചെയ്യാം, പങ്കെടുത്തിട്ടുള്ളവർക്കും ഈ ഒരു എക്സാമിലേക്ക്, ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതായത് ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഈ 30 വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ.
അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. കാരണം ഇതിന് എക്സാം വേറൊന്നും വരുന്നില്ല. നിങ്ങളുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്പോർട്സിൽ ക്വാളിഫിക്കേഷൻ ഒരു റൗണ്ട് നടത്തിയിട്ട് ഡയറക്റ്റ് DV കഴിഞ്ഞ എക്സാമിലേക്ക് സെലക്ഷൻ പ്രോസസ്സ്, അതായത് നമ്മൾ ജോലിയിലേക്കാണ് കയറുന്നത് അടുത്തതായിട്ട്, തേർഡ് സ്റ്റെപ്പായിട്ട്. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഫീൽഡ് ട്രയൽ ആപ്ലിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ദ ബാങ്ക് റിസർവ് ദ റൈറ്റ് അറ്റ് ഓൾ ഡിസ്ക്രിപ്ഷൻ ടു കോൾ കാൻഡിഡേറ്റ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഫീൽഡ് ട്രയൽ നടത്തുന്നുണ്ട്. ദെൻ ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ ക്രൈറ്റീരിയ. ദെൻ അതിനുശേഷം എന്താണ് നടത്തുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ജോലിയിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നത് പിന്നെ ഇതിൽ പറയുന്നത് ഏജ് റിലാക്സേഷനെ പറ്റിയാണ്. ജനറൽ കാറ്റഗറിയിൽ വരുന്നില്ല. അതിൽ SC/ST കാറ്റഗറിക്ക് 5 വർഷം, OBC കാറ്റഗറിക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. റിലാക്സേഷൻ ടു മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് 5 വർഷവും, ജനറലിന് 5 വർഷം, OBCക്ക് 5 വർഷം, SC/STക്ക് 5 വർഷം പറയുന്നുണ്ട്. ഫീസ് വരുന്നത് 850 രൂപയാണ് ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് വരുന്നത്. ദെൻ 175 ആണ് SC/ST കാൻഡിഡേറ്റ്സിന്. വുമണിനും വരുന്നത് 175 റുപ്പീസാണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ദെൻ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 months ആണ്. ആദ്യത്തെ 6 മാസമാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ബാക്കി പറയുന്നത്. ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആവശ്യം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ കുറേ പേർക്ക് ഇതിന് ഡൗട്ട് കാണും, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് പറയുന്നുണ്ട്. ഇത് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇതിൽ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം കാൻഡിഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് വിസിറ്റ് ബാങ്ക് വെബ്സൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്താണ് അതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ സൈസ്, കാര്യങ്ങളെല്ലാം, ഏത് ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ്, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ബാക്കി PDF ഫോർമാറ്റ് എല്ലാം ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ് കഴിഞ്ഞ് പോകാണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉപയോഗിക്കുക. അപ്പം എക്സാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്, നിങ്ങൾ ഡയറക്റ്റ് ജോബിലേക്ക് കയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.